പത്രോസ് 3:3-4 തിരുവചനങ്ങൾ. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ഈ വചനത്തെ ആസ്പദമാക്കി ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭാഷണം ശ്രദ്ധിച്ചാലോ? ക്രിസ്റ്റി, അടുത്ത ആഴ്ച കാറ്റഗിസം എക്സാം അല്ലേ? ഈ ആഴ്ച നിനക്ക് ഇനി പഠിക്കാൻ സമയം കിട്ടില്ല. സാറ്റർഡേ നമുക്ക് ഷിമാട്ടിയിൽ പോകണം. റീനു ചേച്ചിയുടെ മനസ്സമ്മതത്തിന്റെയും കല്യാണത്തിന്റെയും സാരി എടുക്കാനുണ്ട്. കൂടെ നമുക്ക് വാങ്ങാം. വേഗം പഠിച്ചു വെക്കൂ നീ. എന്റെ അമ്മോ, ഇത് 8 ചാപ്റ്റർ ഉണ്ടല്ലോ. ഇത്രയധികം കാറ്റഗിസം പഠിച്ചിട്ട് എന്തിനാ അമ്മേ? മോളെ, പാഠത്തിന്റെ പുറകിലുള്ള വചനം കൂടി പഠിക്കാൻ മാഗി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, ഇനിയിപ്പോ അതും പഠിക്കണോ? ചോദ്യോത്തരം മാത്രം പഠിച്ചാൽ മതിയെന്നാ ഞാൻ കരുതിയത്. കഷ്ടം, വചനം പഠിക്കാൻ ഭയങ്കര പ്രയാസം അമ്മേ. എങ്ങനെയെങ്കിലും പഠിക്കൂ നീ. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണ്ടേ, അല്ലെങ്കിൽ നാണക്കേടല്ലേ? 1 പത്രോസ് 3:3 ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. 1 പത്രോസ് 3:3 ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. നീ എന്താ ഈ വായിക്കുന്നേ മോളെ? ഇത് വചനം തന്നെയാണോ? അതെ അമ്മേ, 1 പത്രോസ് 3:3 വിവാഹം ഒരു കൂദാശ. ഇതാണ് അമ്മേ പാഠത്തിന്റെ പേര്. ഓ, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. 1 പത്രോസ് 3:4. ഇത് എന്ത് പ്രയാസം, കിട്ടുന്നില്ല. ഹരിയമോളെ, ഒരു ഹെൽപ്പ് ചെയ്യാമോ? ക്രിസ്റ്റി ഒന്ന് കാറ്റഗിസം പഠിപ്പിക്കാമോ? അടുത്ത ആഴ്ച നമുക്ക് റിനുവിന്റെ കൂടെ ഷിമാട്ടിയിൽ പോകണം. അടുത്ത സൺഡേ ആണ് കാറ്റഗിസം എക്സാം. ഇനി അവൾക്ക് സമയം കിട്ടില്ല. ഓക്കെ അമ്മേ, എനിക്ക് പ്രയർ ഗ്രൂപ്പിന് വേണ്ടി കുറച്ച് വചനം പഠിക്കാനുണ്ട്. എന്നാലും അമ്മ പറഞ്ഞതല്ലേ, ആദ്യം ക്രിസ്റ്റിയെ പഠിപ്പിക്കാം. ക്രിസ്റ്റി വാ, ഞാൻ പഠിപ്പിക്കാം. നീ എന്താ പഠിക്കുന്നത്? ചേച്ചി, വിവാഹം ഒരു കൂദാശ. പാഠത്തിന്റെ പുറകിലുള്ള വചനം പഠിക്കുക. 1 പത്രോസ് 3:3-4. 1 പത്രോസ് 3:4 ഭയങ്കര പ്രയാസം പഠിക്കാൻ ചേച്ചി. 1 പത്രോസ് 3:3 ഞാൻ കാണാതെ പഠിച്ചു. ഓ ക്രിസ്റ്റി, ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. റീനു ചേച്ചിയെ ഒന്ന് നോക്കിയാ മതിയല്ലോ. മോളിപ്പോൾ ചേച്ചിയെ കണ്ടിട്ട് എത്ര ദിവസമായി? കുറെ ദിവസമായി ചേച്ചി. കല്യാണം ഉറപ്പിച്ചതിൽ പിന്നെ ചേച്ചി എന്റെ കൂടെ രാവിലെ കുർബാനയ്ക്ക് വരുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കുമ്പസാരിക്കാനും പോകുമായിരുന്നു. ചേച്ചിക്ക് ഷോപ്പിങ്ങും ബ്യൂട്ടി പാർലറും ജിമ്മും ഒക്കെ കഴിഞ്ഞ് എന്നും ക്ഷീണമാ. ഇപ്പൊ ചേച്ചി എന്റെ കൂടെ ഒന്നിനും വരാറില്ല. അല്ല ചേച്ചി, 1 പത്രോസ് 3:3-4 റീനു ചേച്ചിയും തമ്മിൽ എന്താ ബന്ധം? വിലയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് ശരീരത്തെ ബാഹ്യമായി മോടി പിടിപ്പിക്കുന്നതിന്റെ പുറകെയാണ് ചേച്ചി ഇപ്പോൾ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നത് ആത്മാവിനെ മോടി പിടിപ്പിച്ചുകൊണ്ടാണ്. സൗമ്യവും ശാന്തവും കറയും കളങ്കവുമില്ലാത്ത ആത്മാവാണ് ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ടത്. അനശ്വര രത്നമണിഞ്ഞ ആന്തരികമായ വ്യക്തിത്വമാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. വിശുദ്ധ മദർ തെരേസായെ അത്രമാത്രം ചുക്കിച്ചുളിഞ്ഞ ചർമ്മമുള്ളപ്പോഴും ഏറ്റവും മനോഹരിയായ സ്ത്രീ എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. ശരീരത്തെ ഇത്രമാത്രം ആകർഷമാക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവാണ് അവഗണിക്കപ്പെടുന്നത്. ആത്മാവിന് കൊടുക്കാനുള്ള സമയം ശരീരം അപഹരിക്കും. റീനു ഇപ്പോൾ ശരീരത്തിന്റെ പുറകെയാ. മോളിതെല്ലാം റീനു ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കണേ. ഓക്കെ മരിയ ചേച്ചി.